ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെം സോഷ്യോളജി ആൻഡ് എക്കണോമിക്സുകാരുടെ പേപ്പറായ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്നതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതേപോലെ പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോകളിലെല്ലാം മിക്കവാറും വീഡിയോകളിലൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. പെയ്ഡാണ് എല്ലാതും കേട്ടോ. അപ്പോൾ നോക്കുക, നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഡിക്ലൈൻ ഓഫ് അർബൻ സെൻറ്റേഴ്സ് നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ നഗര രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ നഗര കേന്ദ്രങ്ങളുടെ തകർച്ചയാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിലെ ഫ്യൂഡലിസം എന്ന പദത്തെ കേന്ദ്ര അധികാരത്തിൻ്റെ അപജയം അല്ലെങ്കിൽ നിരവധി പ്രാദേശിക രാഷ്ട്രങ്ങളുടെ ഉദയം, നാഗരികതയുടെ തകർച്ച, കാർഷിക വ്യാപനം എന്നിവ പ്രഭുക്കന്മാരുടെയും കർഷകരുടെയും ഉയർച്ചയിലേക്ക് നയിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. RS ശർമ്മയെ പോലുള്ളവരുടെ അഭിപ്രായത്തിൽ രണ്ടാം ചരിത്രഘട്ടം ആരംഭിക്കുന്നത് CE 6-ാം നൂറ്റാണ്ട് മുതലാണ്. വ്യത്യസ്ത സാമൂഹിക വർഗ്ഗങ്ങൾ തങ്ങളുടെ ചുമതലകൾ മറന്ന് തങ്ങളുടെ അഭിലാഷങ്ങൾക്കും കഴിവുകൾക്കും അനുസൃതമായി ചുരുങ്ങിയ തൊഴിലുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അത്തരമൊരു സാഹചര്യത്തിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റം സംഭവിച്ചു. അത് നഗര കേന്ദ്രങ്ങളെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഈ സംഭവത്തെ RS ശർമ്മ നഗര ശോഷണം അല്ലെങ്കിൽ അർബൻ ഡീക്കേ എന്ന പദം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചത്. ഇനി അർബൻ ഡിക്ലൈൻ ഓർ അർബൻ ഡീക്കേ എന്താണ്? നഗര തകർച്ച അല്ലെങ്കിൽ നഗര ശോഷണം. 6-ാം നൂറ്റാണ്ട് മുതൽ റോമൻ സാമ്രാജ്യവുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചു. ഇറാനുമായും ബൈസൻറ്റൈനുമായുമുള്ള മറ്റ് പട്ട് വ്യാപാരം അത് അവസാനിപ്പിച്ചിട്ടില്ല, അതും അവസാനിപ്പിച്ചു. ഇത് എന്ത് ചെയ്തു? നല്ലൊരു കേന്ദ്രങ്ങളിൽ തകർച്ചയുടെ, അതായത് സാമ്പത്തികമായിട്ടുള്ള തകർച്ചയുടെയും അല്ലാതെയുള്ള തകർച്ചയുടെ അക്കം കൂട്ടി. ചൈനയുമായും തെക്ക് കിഴക്കൻ ഏഷ്യയുമായും ഇന്ത്യയിലെ ചില വാണിജ്യ ബന്ധങ്ങൾ തുടർന്നെങ്കിലും അതിൻ്റെ നേട്ടം പ്രാഥമികമായിട്ട് ഇടനിലക്കാരായിരുന്ന കച്ചവടക്കാർക്കാണ് ഉണ്ടായിരുന്നത്. ഇത് ഇന്ത്യൻ നഗരങ്ങളെ വളരെ ബുദ്ധിമുട്ടിലാക്കി. RS ശർമ്മ ഈ പ്രതിഭാസത്തെ നഗരശോഷണം അല്ലെങ്കിൽ അർബൻ ഡിക്കേ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് വ്യാപാരത്തിൻ്റെ തകർച്ചയെ നഗര കേന്ദ്രങ്ങളുടെ തകർച്ചയുമായിട്ട് ബന്ധിപ്പിച്ചു. കൂടുതൽ നഗരങ്ങൾ ഗുപ്താനന്തര കാലഘട്ടത്തിൽ അപ്രത്യക്ഷമായി, ഇല്ലാണ്ടായി. കൂടുതൽ നഗരങ്ങൾ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വളർച്ച മുരടിച്ചു. പിന്നെ സാവകാശ നഗര കേന്ദ്രങ്ങളല്ലാതെയായിട്ട് മാറി. അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായ ഹുയാൻ സാങ് ഇത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നഗര കരകൗശല വിദഗ്ധരെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കുടിയേറി. അത് എന്തിന് കാരണമായി? ചെറുതും സ്വയം പര്യാപ്തമായ ഉൽപ്പാദന യൂണിറ്റുകളിലേക്ക് നയിച്ചു. ഗുപ്ത കാലഘട്ടത്തിൽ ഒരിക്കൽ ഭൂഭരണത്തിൻ്റെ മാനേജർമാരായിരുന്ന വ്യാപാരികൾ ഉടമകളായിട്ട് മാറി. ഇത് വ്യാപാരത്തിൻ്റെയും പട്ടണങ്ങളുടെയും തകർച്ചയ്ക്ക് ഇടവരുത്തി. ഹൂണന്മാരുടെ ആക്രമണം വ്യാപാരം ഉപേക്ഷിക്കുന്നതിനും അതുവഴി നഗര കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കുന്നതിലേക്കും നയിച്ചു, അല്ലെങ്കിൽ അതിന് കാരണമായി. ഇത് പട്ടണത്തിൻ്റെ ഉപയോഗം കുറയുന്നതിനും കാരണമായി. ഈ മാറ്റം സമൂഹത്തിൻ്റെ ഗ്രാമീണ വൽക്കരണത്തിന് കാരണമായി. 6-ാം നൂറ്റാണ്ടിന് ശേഷം 300 വർഷത്തോളം നീണ്ടുനിന്ന ലോഹ നാണയങ്ങളുടെ അഭാവം വ്യാപാരത്തിലെ ഇടിവിനെ കൂടുതൽ പിന്തുണക്കുന്ന ഒന്നാണ്. നഗരങ്ങളുടെ തകർച്ച രാഷ്ട്രത്തിൻ്റെ വരുമാനം കുറച്ചു. ഭരണകർത്താക്കൾക്ക് ഭരണ സംവിധാനവും സൈന്യത്തെയും നിലനിർത്തുക എന്നത് വല്ല വെല്ലുവിളിയായിട്ട് മാറി. 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിലോ 4-ാം നൂറ്റാണ്ടിലോ ആരംഭിച്ച RS ശർമ്മയുടെ നഗരശോഷണം അല്ലെങ്കിൽ അർബൻ ഡീക്കേ 6-ാം നൂറ്റാണ്ടിലും തുടർന്നു. എന്നാൽ ഈ നഗരശോഷണം കാർഷിക വികാസവുമായിട്ട് പൊരുത്തപ്പെട്ടു. ഇത് കച്ചവടത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ഫ്യൂഡലിസത്തിലേക്ക് ഉള്ള സൂചനയാണ് നൽകുന്നത്. 11-ാം നൂറ്റാണ്ടോടെ ചില പ്രദേശങ്ങളിൽ സൗമ്യമായ നഗരപ്രക്രിയ ആരംഭിച്ചെന്നും 14-ാം നൂറ്റാണ്ടോടെ നഗരപ്രക്രിയകൾ ദൃഢമായി സ്ഥാപിച്ചതെന്നും ശർമ്മ ഉറപ്പിച്ചു പറയുന്നുണ്ട്. വിദേശ വ്യാപാരത്തിലെ പുനരുജ്ജീവനം, അതുപോലെ വർദ്ധിച്ച നാണ്യവിളകൃഷി, മെച്ചപ്പെട്ട ജലസേചന സൗകര്യങ്ങൾ, ആഭ്യന്തര വ്യാപാരത്തിലെ ഉയർച്ച തുടങ്ങിയ ഘടകങ്ങൾ ഈ നഗര നവോത്ഥാനത്തിനും ഫ്യൂഡൽ ക്രമത്തിൻ്റെ തകർച്ചയ്ക്കും പ്രധാന കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ക്രിറ്റിക് ഓഫ് അർബൻ ഡീക്കേ, നഗരശോഷണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ്. DB സർക്കാരിനെ പോലുള്ള ചില ചരിത്രകാരന്മാർ നഗരശോഷണ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തു. അവർ ബിറൂണിയെ പോലുള്ള അറബ് എഴുത്തുകാരനാണ് കേട്ടോ. എഴുത്തുകാർ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദീർഘദൂര വ്യാപാരത്തെ വിവരിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര വ്യാപാരത്തിലോ വ്യാപാര വഴികളിലോ ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്നും വാദിച്ചു. ചമ്പകലക്ഷ്മിയും ഈ സിദ്ധാന്തത്തെ അർബൻ ഡീക്കേ എന്ന സിദ്ധാന്തത്തെ എതിർത്തു. 9-ാം നൂറ്റാണ്ടിലെ ലിഖിതരേഖകളിൽ നഗരകേന്ദ്രങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു.
അതുപോലെ ഹട്ട എന്താ മണ്ഡവിക തുടങ്ങിയ പദങ്ങളാണ് വ്യാപാരത്തിന് പകരം അവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും അവർ പറഞ്ഞു. സാഹിത്യ സ്രോതസ്സുകളിൽ പുര, നഗര, മഹാനഗര അല്ലെങ്കിൽ പട്ടണ തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും അവർ സൂചിപ്പിച്ചു. ഈ സെറ്റിൽമെൻറ്റുകളുടെ 2 പ്രധാന പ്രവർത്തനങ്ങളായ നിർമ്മാണവും വ്യാപാരവും സംയോജിപ്പിക്കുന്നതിൽ ഹട്ട എന്ന് പറയുന്ന ഇത് നമ്മൾ പറഞ്ഞല്ലോ, പുരാണങ്ങളിൽ സൂചിപ്പിച്ചു ഹട്ട, അത് ശ്രദ്ധേയമാണ്. ഈ നഗരങ്ങളിൽ പലതും വാണിജ്യത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചു. സാർവത്രികമായ ഒരു തകർച്ച അല്ലെങ്കിൽ അന്ന് അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. പകരം ഈ കാലയളവിൽ നഗരജീവിതം അഭിവൃദ്ധി പ്രാപിക്കുകയും പരിണമിക്കുകയും ചെയ്തു എന്ന് ഈ തെളിവുകൾ സൂചിപ്പിക്കുന്നു. നഗരകേന്ദ്രങ്ങളുടെ വളർച്ചയ്ക്ക് വിദേശ വ്യാപാരം അനിവാര്യമല്ലെന്ന് BD ചതോപാധ്യായ വാദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ സിദ്ധാന്തത്തെ എതിർക്കുന്നു. ഇന്ത്യൻ ഫ്യൂഡലിസത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് അദ്ദേഹം നഗരകേന്ദ്രങ്ങളെ നിരീക്ഷിച്ചു. ഹർട്ട, മണ്ഡവിക തുടങ്ങിയ എക്സ്ചേഞ്ച് സെൻറ്ററുകളുടെ വിപുലീകരണം അദ്ദേഹം എടുത്തു കാണിച്ചു. കൗശാംബി, ഗ്രാവസ്തി, വൈശാലി, കപിലവസ്തു തുടങ്ങിയ ചില നഗരങ്ങൾ തകർച്ചയിലായപ്പോൾ, അതായത് അവ തകർന്നുകൊണ്ടിരുന്നപ്പോൾ താനേശ്വർ, വാരാണസി, കന്യാകുബ്ജ തുടങ്ങിയ നഗരങ്ങൾ തഴച്ചു വളരുകയായിരുന്നു എന്നാണ് ചതോപാധ്യായ പറയുന്നത്. പ്രാദേശിക വിപണികളെക്കാൾ വലുതും എന്നാൽ നഗരങ്ങളെക്കാൾ ചെറുതുമായ പെന്തകൾ എന്ന ഡക്കാനിൽ ദീർഘകാലം നിലനിന്നിരുന്നു എന്നും രണബീർ ചക്രവർത്തി പറയുന്നുണ്ട്. ഈ കണ്ടെത്തലുകളെല്ലാം ഈ കാലഘട്ടത്തിലെ സാർവത്രിക നഗര തകർച്ച എന്ന ആശയത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. വിശാലമായ വ്യാപാര ശൃംഖലകളുടെയും ആശയവിനിമയങ്ങളുടെയും നഗരകേന്ദ്രങ്ങളുടെയും പരസ്പര ബന്ധത്തിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട് ഈ ആശയങ്ങൾ. മധ്യകാല ഇന്ത്യയിൽ പണത്തിന് ദൗർലഭ്യം ഉണ്ടായിരുന്നില്ലെന്നും രാഷ്ട്രം സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിട്ടിട്ടില്ലെന്നും ജോൺ എസ് DL പറയുന്നു. ബ്രാഹ്മണർ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് മാറിയെന്ന് കാണിക്കുന്ന ലിഖിതങ്ങൾ RS ശർമ്മ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം വിദേശ വ്യാപാരത്തിൽ RS ശർമ്മയുടെ അഭിപ്രായത്തെ DN ഝായും വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ നഗരങ്ങൾ ഇടവിട്ട് പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. വിദേശ വ്യാപാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപര്യാപ്തമാണ് എന്നും ഝാ സൂചിപ്പിച്ചു. പുരാതന ഗ്രന്ഥങ്ങൾ കലിയുഗത്തിലെ വ്യാപാരികളുടെ മോശം അവസ്ഥയെ വിവരിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള തകർച്ചകൾ എന്ന ഒരു പ്രാകൃത ഗ്രന്ഥമുണ്ട്, വിവിധ തകൽപ്പ എന്ന് പറയണം. അതിൽ നഗരകേന്ദ്രങ്ങൾ ഗ്രാമങ്ങളായിട്ട് മാറുകയും കച്ചവടത്തിനോ ഉൽപ്പാദനത്തിനോ പകരം മതപരമായ ലക്ഷ്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായിട്ടും പരാമർശിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ചെറിയൊരു യൂണിറ്റാണ് കേട്ടോ ഇതിൽ വരുന്നുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ എക്സാമിനുള്ള പുസ്തകം എന്ന് പറയുന്നത് ഹ്യൂമാനിസമാണ്. അത് നിങ്ങൾക്ക് നോട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ കാരണത്താൽ ഞാനത് തയ്യാറാക്കിയില്ല. പലരും അത് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് ആക്കിയാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നോക്കട്ടെ, പറ്റുന്ന പോലെ ചെയ്തു തരാം. ഓക്കെ, താങ്ക്സ്.